ഇപ്പൊ എന്താണ് B2 എന്ന് പറഞ്ഞാൽ? B2 അപ്പർ ഇന്റർമീഡിയറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടി വരും. മനസ്സിലാക്കാനുള്ള കഴിവാണ് B2 എന്ന് പറയുന്നത്. ജോലി സ്ഥലത്ത് നമ്മൾ ഫോണിലൊക്കെ തടസ്സമില്ലാതെ ആശയവിനിമയം നടത്തേണ്ടി വരും. ഇപ്പോൾ നമ്മളൊരു ഒഫീഷ്യൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് മെയിൽ അയക്കാൻ കഴിയണം. അതേപോലെയുള്ള കാര്യങ്ങൾ മാനേജർമാരായിട്ട് സംസാരിക്കാൻ വേണ്ടി കഴിയണം. പ്രൊഫഷണൽ ലെവലിൽ എഴുതാനും സംസാരിക്കാനുള്ള കഴിവ് വേണം. മെയിലൊക്കെ അയക്കാനുള്ള കഴിവ് തന്നെ ഉദ്ദേശിക്കുന്നത്. റീഡിംഗ്, റൈറ്റിംഗ്, ലിസണിംഗ്, സ്പീക്കിംഗ് എന്നിവയിലൊക്കെ B2 ലെവലിൽ നമ്മൾ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മുതൽ UK സ്കിൽഡ് വർക്കർ വിസ വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. 2026 ജനുവരി 8 മുതൽ ഇത് നിലവിൽ വന്നു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ UK വരാൻ, UK വിസ ലഭിക്കാൻ മുൻപത്തേക്കാൾ കൂടുതൽ കടുപ്പത്തിലായി എന്ന് തന്നെ പറയാം. പരീക്ഷകളും പരീക്ഷണങ്ങളും ഏറുകയാണ്. 2026 ജനുവരി 8 മുതൽ ആദ്യമായിട്ട് UK അപേക്ഷിക്കുകയാണെങ്കിൽ സ്കിൽഡ് വർക്കർ വിസ അപ്പോൾ ഏതൊക്കെയാണെങ്കിൽ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ പറയാം, നഴ്സുമാർ, അതേപോലെ കെയർ വർക്കേഴ്സ്, എഞ്ചിനീയർമാർ, IT പ്രൊഫഷണൽസ്, അതേപോലെയുള്ള സ്കിൽഡ് ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെയും B2 നിർബന്ധമാണ്. സ്കെയിൽ അപ്പ് വിസ എന്ന് പറയും. അതായത് എന്താണ്, അതിവേഗം വളരുന്ന കമ്പനികളിലൊക്കെ ജോലി ലഭിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും B2 നിർബന്ധമാണ്.